Hello friends, welcome to Fabzo Your Schools. ഇന്ന് നമ്മൾ ബയോളജിയിലെ 6th ചാപ്റ്റർ ആയ തലമുറകളുടെ തുടർച്ചയ്ക്ക് For the Continuity of Generation എന്ന അധ്യായമാണ് പഠിക്കാൻ പോകുന്നത്. So, let's begin the chapter. എല്ലാ ജീവജാലങ്ങൾക്കും അവരവരുടേതായ തലമുറകൾ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. നമുക്കറിയാം പ്രത്യുൽപാദനം റീപ്രൊഡക്ഷൻ സസ്യങ്ങളിലും ജന്തുക്കളിലുമുണ്ട്. റീപ്രൊഡക്ഷൻ നടന്നാൽ മാത്രമേ അടുത്ത തലമുറ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുകയുള്ളൂ. റീപ്രൊഡക്ഷൻ സസ്യങ്ങളിലും ജന്തുക്കളിലും വിവിധ തരത്തിലാണ് നടക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്ന ചിത്രം നോക്കൂ. റീപ്രൊഡക്ഷൻ ഓഫ് പ്ലാന്റ്സ് ആണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഫിഗറിൽ കാണുന്നത് വിത്തിൽ നിന്നും പുതിയ ചെടി മുളയ്ക്കുന്നതാണ്. സെക്കൻഡ് ഫിഗറിൽ കാണുന്നത് ഇലയിൽ നിന്നും പുതിയ ചെടി മുളയ്ക്കുന്നതുമാണ്. ബോത്ത് ആർ ഡിഫറെൻറ്റ് പ്രോസസ്, റൈറ്റ്? ഓക്കെ, ന്യൂ ജനറേഷൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വ്യത്യസ്തമായ റീപ്രൊഡക്ഷൻ രീതികൾ പ്രകൃതിയിലുണ്ട്. ഇത്തരത്തിലുള്ള പ്രത്യുൽപാദന രീതികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ബൈനറി ഫിഷൻ, അതായത് ദ്വിവിഭജനം. ബാക്ടീരിയയിൽ കാണപ്പെടുന്ന റീപ്രൊഡക്ഷൻ മെത്തേഡാണിത്. ബൈനറി ഫിഷൻ ചിത്രത്തിൽ കാണുന്നത് പോലെ സെൽ ഡിവൈഡ് ചെയ്ത് 2 സെൽസുകളായി മാറുന്നു. സോ ദിസ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ഈസ് കോൾഡ് ബൈനറി ഫിഷൻ അഥവാ ദ്വിവിഭജനം. സെക്കൻഡ് ടൈപ്പ്, സ്പോർ ഫോർമേഷൻ, രേണുക്കൾ. ഫംഗസിൽ കാണുന്ന റീപ്രൊഡക്ഷൻ മെത്തേഡാണിത്. സ്പോർ ഫോർമേഷൻ അഥവാ രേണുക്കൾ. അൺഫേവറബിൾ കണ്ടീഷൻ, അതായത് പ്രതികൂല സാഹചര്യങ്ങളിൽ സർവൈവ് ചെയ്യാൻ സാധിക്കുന്ന മൈന്യൂട്ട് സെല്ലാണ് സ്പോർസ്. ഫേവറബിൾ കണ്ടീഷൻ അഥവാ അനുകൂല സാഹചര്യത്തിൽ സ്പോർസ് ഡെവലപ്പ് ചെയ്ത് പുതിയ ഓർഗാനിസമായി മാറും. തേർഡ് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ഈസ് ബഡിംഗ്, മുകുളനം. ഹൈഡ്രയിൽ കാണുന്ന റീപ്രൊഡക്ഷൻ മെത്തേഡാണ് ബഡിംഗ്. പാരന്റ് ബോഡിയിൽ ബഡ് ഫോം ചെയ്യും. പിന്നീട് പാരന്റ് ബോഡിയിൽ നിന്നും ബഡ്സ് സെപ്പറേറ്റ് ചെയ്ത് അത് ഗ്രോ ചെയ്യും. അതിനുശേഷം അതൊരു പുതിയ ഓർഗാനിസമായി ഡെവലപ്പ് ചെയ്യും. സോ these are the different type of asexual reproduction method. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമുക്ക് പ്ലാന്റ്സിലെ റീപ്രൊഡക്ഷനെ കുറിച്ച് പഠിക്കാം. ഫ്ലവേഴ്സ് ആർ ദ സെക്സ് ഓർഗൻ ഇൻ പ്ലാന്റ്സ്. സസ്യങ്ങളിലെ ലൈംഗിക പ്രത്യുൽപാദന അവയവമാണ് പൂക്കൾ. ഒരു ഫ്ലവറിന് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടുണ്ട്. അതായത് ആൺലിംഗാവയവും പെൺലിംഗാവയവും. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ആൻഡ്രീഷ്യം. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ഗൈനീഷ്യം. ആൻഡ്രീഷ്യത്തിന് 2 പാർട്ടാണുള്ളത്, ഫിലമെന്റ് ആൻഡ് ആന്തർ. ഗൈനീഷ്യത്തിന് 3 പാർട്ടാണുള്ളത്, സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. ആന്തർ കണ്ടെയ്ൻ pollen grain, pollen grain contain male gamete, and ovary contain ovule, ovule contain female gamete. Then male and female gamete കൂടിച്ചേർന്ന് ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. ആഫ്റ്റർ പോളിനേഷൻ, പരാഗണത്തിനു ശേഷം എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. പോളിനേഷൻ ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് pollen grains to the stigma of the flowers. പരാഗരേണു പരാഗണ സ്ഥലത്തേക്ക് മാറ്റപ്പെടുന്ന പ്രക്രിയയാണ് പരാഗണം. പരാഗണത്തിനു ശേഷം പരാഗരേണുവിന് എന്ത് മാറ്റമാണ് ഉണ്ടാവുക? ഈ ചിത്രം നോക്കൂ. ആന്തറിൻ്റെ അകത്തുള്ള pollen grains-ന്റെ ചിത്രമാണിത്. pollen grains-നുള്ളിൽ 2 ടൈപ്പ് ഓഫ് ന്യൂക്ലിയസ് ഉണ്ട്, ട്യൂബ് ന്യൂക്ലിയസ് ആൻഡ് ജനറേറ്റീവ് ന്യൂക്ലിയസ്. പോളിനേഷന് ശേഷം pollen grains-ൽ നിന്നും pollen ട്യൂബ് അഥവാ പരാഗനാളം ഫോം ചെയ്യുന്നു. ഇത്തരത്തിൽ പോളിനേഷനു ശേഷം പരാഗരേണുവിൽ നിന്ന് പരാഗനാളം ഫോം ചെയ്യുന്നത് ഒരു എക്സ്പെരിമെൻറ്റിലൂടെ നമുക്ക് കാണാം.
സ്റ്റേജ് 1 നമ്മുടെ പരിസരത്ത് ലഭ്യമായ ഫ്ലവേഴ്സിൽ നിന്ന് പാകമായ ആന്തേഴ്സ് കളക്ട് ചെയ്യുക. എക്സാമ്പിൾ ലില്ലി, ശീമക്കൊന്ന, ചെമ്പരത്തി. സ്റ്റേജ് 2 പൊളൻ ഗ്രെയിൻസിനെ ഗ്ലാസ് സ്ലൈഡിലേക്ക് വീഴ്ത്തുക. 2-3 ഡ്രോപ്സ് ഷുഗർ സൊല്യൂഷൻ ഒഴിച്ച് കവർ ഗ്ലാസ് കൊണ്ട് മൂടുക. സ്റ്റേജ് 3 3-4 മണിക്കൂറിന് ശേഷം സ്ലൈഡ് മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യുക. യു ക്യാൻ സീ പൊളൻ ഗ്രെയിൻസ്. പരാഗ രേണുക്കളെ കാണാം. ഓക്കെ, എങ്ങനെയാണ് ഈ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. നെക്സ്റ്റ്, ഫെർട്ടിലൈസേഷൻ, ബീജ സംയോഗം എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നോക്കാം. പൊളൻ ഗ്രെയിനിൽ അഥവാ പരാഗരേണുവിൽ ജനറേറ്റീവ് ന്യൂക്ലിയസ് ആൻഡ് ട്യൂബ് ന്യൂക്ലിയസ് എന്നിങ്ങനെ 2 ന്യൂക്ലിയസുകളുണ്ട്. പോളിനേഷനു ശേഷം പൊളൻ ഗ്രെയിൻസിൽ നിന്നും പൊളൻ ട്യൂബ് അഥവാ പരാഗനാളി അണ്ഡാശയത്തിനു നേരെ ഗ്രോ ചെയ്യുന്നു. ഇതോടൊപ്പം പൊളൻ ഗ്രെയിൻസിലെ ന്യൂക്ലിയസുകളും പൊളൻ ട്യൂബിലേക്ക് എൻ്റർ ചെയ്യുന്നു. പൊളൻ ട്യൂബിൽ വെച്ച് ജനറേറ്റീവ് ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് 2 മെയിൽ ഗ്യാമേറ്റ്സ് ഫോം ചെയ്യും. ട്യൂബ് ന്യൂക്ലിയസ് ശിഥിലീകരിച്ച് പോകും. പൊളൻ ട്യൂബിലൂടെ ഓവറിയിലെത്തുന്ന മെയിൽ ഗ്യാമേറ്റുകളിലൊന്ന് എഗ്ഗുമായി ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് അല്ലെങ്കിൽ സിക്താണ്ഡം ഫോം ചെയ്യുന്നു. രണ്ടാമത്തെ മെയിൽ ഗ്യാമേറ്റ് ഓവറിയിലെ പോളാർ ന്യൂക്ലിയസുകളുമായി ചേർന്ന് എൻഡോസ്പേം ഡെവലപ്പ് ചെയ്യും. എംബ്രിയോയ്ക്ക് ആവശ്യമായ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത് എൻഡോസ്പേമാണ്. സോ ഇതാണ് ബീജ സംയോഗം അഥവാ ഫെർട്ടിലൈസേഷൻ ഇൻ പ്ലാന്റ്സ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ പ്രകൃതിയിലുള്ള വിവിധ തരം റീപ്രൊഡക്ഷൻ രീതികളെ പറ്റിയും പിന്നെ ഫ്ലവേഴ്സിലെ റീപ്രൊഡക്ഷനിൽ പങ്കുള്ള ഭാഗങ്ങളെ പറ്റിയും പിന്നെ ഫെർട്ടിലൈസേഷൻ ബീജ സംയോഗം എങ്ങനെയാണ് എന്നും പഠിച്ചു. ഇനി പ്രത്യുൽപാദനം മനുഷ്യനിൽ എന്ന ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ചോദ്യം 1. ചുവടെ തന്നിരിക്കുന്ന ജീവികളിലെ പ്രത്യുൽപാദന രീതിയെക്കുറിച്ച് ലഘുകുറിപ്പ് തയ്യാറാക്കുക. ഹൈഡ്ര, ബാക്ടീരിയ, ഫംഗസുകൾ. ഉത്തരം: ഹൈഡ്ര മുകുളനം വഴിയാണ് പ്രത്യുൽപാദനം നടത്തുന്നത്. മാതൃശരീരത്തിൽ നിന്നും മുകുളങ്ങൾ രൂപപ്പെടുന്നു. വളർച്ചയെത്തുമ്പോൾ ഇവ വേർപെട്ട് പുതിയ ജീവികളായിത്തീരുന്നു. ബാക്ടീരിയ ദ്വിവിഭജനം വഴി പ്രത്യുൽപാദനം നടത്തുന്നു. നിലവിലുള്ള കോശം വിഭജിച്ച് 2 പുതിയ കോശങ്ങളായി മാറുന്നു. ഫംഗസുകൾ രേണുക്കൾ ഉൽപ്പാദിപ്പിച്ചാണ് പ്രത്യുൽപാദനം നടത്തുന്നത്. ചോദ്യം 2. രാത്രിയിൽ വിടരുന്ന പൂക്കളിൽ ഏറെയും വെളുത്ത നിറവും രൂക്ഷഗന്ധവുമാണുള്ളത്. എന്തുകൊണ്ടാണ്? ഉത്തരം: പൂക്കളുടെ നിറവും ഗന്ധവും പരാഗണകാരികളായ ഷഡ്പദങ്ങളെ ആകർഷിക്കാനുള്ളതാണ്. ചോദ്യം 3. ചില സസ്യങ്ങളുടെ നാശം ചില ഷഡ്പദങ്ങളുടെ നാശത്തിന് കാരണമായിട്ടുണ്ട്. ഈ പ്രസ്താവന സാധൂകരിക്കുക. ഉത്തരം: ചില ഷഡ്പദങ്ങൾ ഒരു പ്രത്യേക തരം സസ്യത്തെ മാത്രം ഭക്ഷണത്തിനും പ്രത്യുൽപാദന ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്നു, പ്രധാനമായും ചിത്രശലഭങ്ങൾ. അതിനാൽ അവയുടെ നാശം അവയെ ആശ്രയിച്ചു ജീവിക്കുന്ന ജീവിവർഗത്തിൻ്റെ നാശത്തിനു കാരണമാകുന്നു. ചോദ്യം 4. ട്യൂബ് ന്യൂക്ലിയസ്, ജനറേറ്റീവ് ന്യൂക്ലിയസ് എന്നിവയുടെ ധർമ്മമെന്ത്? ഉത്തരം: ജനറേറ്റീവ് ന്യൂക്ലിയസ് വിഭജിച്ച് പുംബീജങ്ങൾ ഉണ്ടാകുന്നു. ട്യൂബ് ന്യൂക്ലിയസ് ശിഥിലീകരിച്ചു പോകുന്നു. ചോദ്യം 5. എൻഡോസ്പേം രൂപപ്പെടുന്നതെങ്ങനെ? ഉത്തരം: രണ്ടാമത്തെ പുംബീജം അണ്ഡാശയത്തിലെ പോളാർ ന്യൂക്ലിയസുമായി ചേർന്നാണ് എൻഡോസ്പേം ഉണ്ടാകുന്നത്. ചോദ്യം 6. സിക്താണ്ഡം, എൻഡോസ്പേം എന്നിവ ഭാവിയിൽ എന്തായി മാറുന്നു? ഉത്തരം: സിക്താണ്ഡം വളർന്ന് ഭ്രൂണമായും എൻഡോസ്പേം ഭ്രൂണ വളർച്ചയ്ക്കാവശ്യമായ സമൃദ്ധാഹാരവുമായും മാറുന്നു. ചോദ്യം 7. പരാഗണം എന്നാൽ എന്ത്? ഉത്തരം: പരാഗരേണു പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് പതിക്കുന്ന പ്രക്രിയയാണ് പരാഗണം. ചോദ്യം 8. ബീജസംയോഗം എന്നാൽ എന്ത്? ഉത്തരം:
പുംബീജങ്ങളിലൊന്ന് അണ്ഡവുമായി യോജിച്ച് സിത്താണ്ഡമായി മാറുന്നു. ഈ പ്രക്രിയയാണ് ബീജസംയോഗം. ചോദ്യം 9. പുംബീജങ്ങളുടെ രൂപപ്പെടൽ വിവരിക്കുക. ഉത്തരം: പരാഗണത്തിനു ശേഷം പരാഗരേണുവിൽ നിന്ന് പരാഗനാളം വളരുന്നു. ഈ പരാഗനാളം അണ്ഡാശയത്തിനു നേരെ വളരുന്നു. അതോടൊപ്പം പരാഗരേണുവിലെ ജനറേറ്റീവ് ന്യൂക്ലിയസ് പരാഗനാളിയിൽ വെച്ച് വിഭജിച്ച് 2 പുംബീജങ്ങൾ രൂപപ്പെടുന്നു. ചോദ്യം 10. ഏതു തരം പ്രത്യുൽപാദന രീതിയാണ് ഹൈഡ്രയിൽ നടക്കുന്നത്? ഉത്തരം: മുകുളനം.